നമുക്കിപ്പോൾ മാങ്ങ സീസണാണല്ലോ, മാങ്ങക്കാലത്ത് നല്ലോണം മാങ്ങ കിട്ടും. അപ്പം നമുക്ക് ഇതുപോലെ മാങ്ങത്തൊലിയൊക്കെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കാലം നിൽക്കും. ഒരു കറുപ്പ നിറമൊന്നും ഇല്ലാണ്ട് മാങ്ങത്തൊലി കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു ഭംഗിയിൽ നിൽക്കും. അതുപോലെ കറിയിൽ ഇടുമ്പോഴും അതിൻ്റേതായ ഗുണങ്ങളൊക്കെ കിട്ടും. അതിന് വേണ്ടി ഞാനൊരു ടിപ്പ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാങ്ങ ഉണക്കി എടുത്താൽ മതി. അപ്പം നല്ല മാങ്ങത്തൊലി നമുക്ക് കിട്ടും. അപ്പം നമുക്ക് മാങ്ങ എങ്ങനെയാണ് ഉണക്കുന്നത് നോക്കാം. ഉണക്കിക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ മാങ്ങ സീസൺ കഴിഞ്ഞാൽ നമുക്ക് മാങ്ങത്തൊലി എന്ന് പറയില്ല, മാങ്ങത്തൊലി കൊണ്ട് മീൻകറി, ചമ്മന്തിയോ അച്ചാറോ ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മാങ്ങ സൂക്ഷിക്കാനുള്ളൊരു പണ്ട് തൊട്ടേ ചെയ്യണൊരു രീതിയാണ് മാങ്ങത്തൊലി ഉണക്കി വെക്കൽ. ഉപ്പുമാങ്ങ നമ്മൾ ചെയ്തു, എല്ലാവരും കണ്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാങ്ങത്തൊലി ചെയ്യാമെന്ന് വിചാരിച്ചത്. മാങ്ങത്തൊലി അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ മൂവാണ്ടം മാങ്ങിയത് ഒരു 5-6 അത് ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ മാങ്ങത്തൊലി ഉണക്കി വെക്കുമ്പോൾ നമ്മുടെ മാങ്ങത്തൊലി, സാധാരണ മാങ്ങത്തൊലി ഉണക്കുമ്പോൾ കറുത്ത കളർ ഇങ്ങനെ പൊടി പോലെയൊക്കെ വരും കുറച്ച് കാലം ഇരുന്ന് കഴിഞ്ഞാൽ. ഇങ്ങനെ ഉണക്കി കഴിഞ്ഞാൽ ഒരു കാലത്തും മാങ്ങത്തൊലി കേടുവരില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. കറിയിലൊക്കെ ഇടുമ്പോൾ വേറിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. സാധാരണ ഉണക്കി വെക്കണേക്കാളും പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അതിനു വേണ്ടി ഞാൻ ഒരു ടിപ്പ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ മാങ്ങത്തൊലി ഉണക്കിയാൽ മതി. അപ്പം നമ്മൾ ഒരു പോണിയിൽ വെള്ളം വെച്ച് തിളയ്ക്കാനായിട്ട് വെക്കണം. ഇത് പച്ചമാങ്ങയുള്ളൂ. ഈ പച്ചമാങ്ങയുടെ തൊലിപ്പുറത്ത് ഒരു ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിട്ട് മുട്ടയിട്ടിട്ട് അതിൻ്റെ കീടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നല്ല തിളച്ച വെള്ളത്തിലിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലൈൻ്റൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ടുള്ള മാങ്ങ കിട്ടും. അപ്പം അത് വെച്ചിട്ട് മാങ്ങത്തൊലി ഉണക്കി കഴിഞ്ഞാൽ മാങ്ങത്തൊലി നല്ല ക്ലിയർ ആയിട്ടുള്ളത് കിട്ടും. അപ്പം ഇത് വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പം നമ്മുടെ വെള്ളമൊക്കെ തള വന്നു തുടങ്ങിയിട്ടുണ്ട്, ചെറിയ ചെറിയ കുമ്പിളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ട. അപ്പം ഈ ഒരു സമയത്ത് വേണം നമ്മുടെ മാങ്ങ ഞെട്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് ഇതിലിടാനായിട്ട്. ഒരു മിനിറ്റോളം ഒന്ന് കിടന്നാൽ മതി. അതിന് ശേഷം നമുക്ക് മാങ്ങ എടുക്കാം. അത് കണ്ട, അത് തള വന്നു തുടങ്ങി കണ്ട. മാങ്ങ കിടന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ബബിൾസ് വരണ കാണാണ്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇത്രയും നേരം കിടന്നാൽ മതി. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് മാങ്ങിയെടുക്കാം. എത്രയോ വേണ്ട. അപ്പം നമ്മുടെ മാങ്ങയുടെ തൊലിപ്പുറത്തുള്ള ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ട്, നമ്മളൊന്നും കാണില്ല. അതൊക്കെ ചത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോഴാണ് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള മാങ്ങത്തൊലി തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇതുപോലെ ഇതെങ്ങനെ എടുത്ത് ഇത്ര കിടന്നാൽ മതി. നമ്മുടെ മാങ്ങ ഇതിലേക്ക് വയ്ക്കാം. ഇതൊന്ന് ചൂട് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് മാങ്ങ ചെത്താൻ തുടങ്ങാം. മാങ്ങ നമ്മൾ എല്ലാം വാങ്ങി ഇതേപോലെ ഈ കനത്തിൽ ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇത്തിരി കനം വേണം, എന്നാലേ തൊലി ഉണങ്ങി വരുമ്പോൾ വല്ലാണ്ട് കനം കുറയും. എന്നിട്ട് ഇത് നമുക്ക് എല്ലാതും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാത്. ഇനി നമുക്ക് നല്ല ഉണങ്ങിയ പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കല്ലുപ്പ് ചേർക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ കഷ്ണങ്ങൾ ചേർക്കാം. അതിനുശേഷം അടുത്ത ലെയർ ഒരു 2 സ്പൂൺ കല്ലുപ്പ് ചേർക്കാം. 1 കപ്പ് കല്ലുപ്പാണ് ഞാൻ എടുത്തുള്ളത്, ഒരു 6 മാങ്ങയ്ക്ക്. ബാക്കി ഉപ്പ് നമുക്ക് ഇതിലേക്ക് മുകളിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 24 മണിക്കൂർ ഇതുപോലെ മൂടി വെച്ചിരിക്കണം. എന്നിട്ട് വേണം നമ്മളിത് എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കാനായിട്ട്. ഒരു ഡേ ഫുള്ളായിട്ടിരിക്കണം. അപ്പം നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇളക്കിയാലും മതി. കല്ലുപ്പും മാങ്ങയും കൂടി നല്ലോണം ജോയിൻ്റ് ആയിരിക്കും. അതിന് ശേഷം നല്ല സീൽഡായിട്ട് പാക്ക് ചെയ്യാം. ഇതുപോലെ സീൽഡായിട്ട് മൂടി. ഇതുപോലെ നമുക്ക് മാങ്ങ ഉപ്പിട്ട് വെച്ച് ഇതുപോലെ സീൽഡായിട്ട് നല്ലോണം അങ്ങനെ എയർടൈറ്റായിട്ട് വെക്കാം. അതിനുശേഷം 24 മണിക്കൂർ ഇങ്ങനെ വെക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കും വേണം. എന്നാലാണ് ഉപ്പും മാങ്ങയും കൂടി നല്ലോണം ജോയിൻ്റ് ആവുള്ളൂ. അതിന് ശേഷം വേണം നമ്മൾ വെയിലത്ത് വെക്കാനായിട്ട്. അപ്പം നമ്മൾ 12 മണിക്കൂർ മാങ്ങ കല്ലുപ്പിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇടയ്ക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് ഇളക്കണം. അത് ഞാൻ 2-3 പ്രാവശ്യം ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിത് തുറക്കാം. ഇത് മാറ്റി നമുക്ക് മാങ്ങ ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാണ് ഇങ്ങനെ ഉണക്കാനായിട്ട് വയ്ക്കാം. ഇത്രയോ വേണ്ട, വളരെ
സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഉണക്കിയെടുക്കാം. അങ്ങനെ ഒന്ന് മാറ്റിയിടാം. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാലത്തും നമുക്ക് വീട്ടിൽ മാങ്ങത്തൊലി ഉണ്ടാവും. നമുക്ക് മാങ്ങ ഇട്ടിട്ട് മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ മാങ്ങത്തൊലി ഇട്ടാലും കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇതുപോലെ മാങ്ങ അധികം കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ മാങ്ങത്തൊലി ഉണക്കി വീട്ടിൽ സൂക്ഷിച്ച് വെക്കാം കുറേ കാലത്തോളം. അതായത് എത്ര കൊല്ലം വേണമെങ്കിൽ ഇത് ഒരു കേടുകൂടാതിരിക്കും. ഇത് നമുക്ക് നല്ല വെയിലത്ത് കൊണ്ടുപോയി വെക്കാം. പെട്ടെന്ന് ഉണങ്ങി കിട്ടിയോളൂ. ഒരു 3 ദിവസം മതിയാവും ഉണക്കിയെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ 3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നല്ല കറുപ്പ കളറൊന്നും ഇല്ലാണ്ട് നല്ല മാങ്ങത്തൊലി കിട്ടിയിട്ടുണ്ട്. ഇത് എത്ര കാലം വേണമെങ്കിൽ ഇരുന്നോളൂ. ഇങ്ങനെ പൂപ്പിലൊന്നും വരില്ല. അതായത് ഇങ്ങനെ വെള്ളപ്പൊടികൾ കാണിക്കുതുമ്മ ഈ തൊലിയുമ്മ അതൊന്നും വരാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങത്തൊലി തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ മാങ്ങത്തൊലി വെച്ച് മീൻകറി, അച്ചാർ, അതുപോലെ കറികളിലൊക്കെ ഇടാൻ പറ്റും. അതന്നെയാണ് ഞാൻ ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തത്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി, ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ മാങ്ങത്തൊലിയുടെ ഗുണങ്ങളൊക്കെ കാണാം. വളരെ വ്യത്യാസമുണ്ട്. സാധാരണ ഡയറക്റ്റായിട്ട് ഉണക്കണേക്കാളും വളരെയധികം വ്യത്യാസമുണ്ട് ഇതുപോലെ ഉണക്കി കഴിഞ്ഞാൽ.